ഹലോ. ദേ ഇതേണ്ടാ, ഇതുപോലത്തെ അത്യാവശ്യം വലിയ ചിരട്ട എടുത്തിട്ടുണ്ടേ. ഇത് പൊട്ടിച്ചപ്പോൾ തുണ്ടത്തുണ്ടായി പോയി. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാം. ഇതിങ്ങനെ നല്ലപോലെ ചേർത്ത് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു പീസ് ഇവിടെ വരുന്നതാണ്. പശ കുറച്ചേ ഉള്ളു എങ്കിലും നമുക്കത് ഒട്ടിച്ച് എടുക്കാം. ഇത് ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ ഈ പീസ് ഇവിടെ വരും. ഇങ്ങനെയല്ലേ, തിരിഞ്ഞുപോയി. ഇങ്ങനെ ഈ പീസ് ഇവിടെ വരും, ഇത് ഇവിടെ വരും. കണ്ടോ? ഇതേപോലെ ഒട്ടിച്ച് നമ്മൾ ആ തേങ്ങ പോലെ ആക്കി എടുക്കണം. അപ്പൊ കുറച്ച് പശയേ ഉള്ളു. പശ തീർന്ന് മൂട്ടിയിരിക്കണം. ഒട്ടിക്കാൻ പറ്റുമോ എന്തായാലും ഒട്ടിച്ചു നോക്കാം. ഒട്ടിച്ചെടുത്തിട്ട് നല്ലതുപോലെ, നല്ലതൊന്നുമല്ല, അത്രയ്ക്ക് ഫിനിഷിംഗ് ഒന്നും വേണ്ട, കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ ഈ പിച്ചാത്തിക്കൊന്ന് കത്തി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഞാൻ ചുരണ്ടി വൃത്തിയാക്കി കൊടുക്കാം. വലിയ ഭയങ്കര ഫിനിഷിംഗ് ഒന്നും വേണ്ട. ഇത് നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിന് വാർണിഷ് ഇടിക്കുന്ന സാധനം അല്ല, പെയിന്റ് ചെയ്ത് കൊടുക്കാനാണ്. അതുകൊണ്ട് ഭയങ്കര ഫിനിഷിംഗ് ഒന്നും വേണ്ട. വേണ്ട ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ. ആ മുറിഞ്ഞു പോയ പീസുകളും മറ്റേ 2 പീസും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തേച്ചെടുക്കാം. കണ്ടോ? ഇങ്ങനെയൊക്കെ വൃത്തിയായാൽ മതി കേട്ടോ. ഇതിൽ കൂടുതലൊന്നും വൃത്തിയാവണ്ട. നമ്മളിതിൽ കളർ അടിക്കുന്നതല്ലേ. ഇത് കണ്ടാ, ഇത് നേരത്തെ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചിട്ടതായിരുന്നു. അന്നേരം അത് ഉണ്ടാക്കിയില്ല. അപ്പം ഇതിലും കൂടെ ഒരെണ്ണം ഉണ്ടാക്കാം. ഒരു വലുതും ഒരു ചെറുതും. ഇത് ജസ്റ്റ് ഒന്ന് പിടിക്കാം. അതെ, ഇത് കണ്ടോ? കണ്ട, ഇങ്ങനെ ഒരു ഷീറ്റാണ് കേട്ടാ ഈ കാർഡ്ബോർഡിൻ്റെ. എനിക്കിതുള്ളത് കൊണ്ട് എളുപ്പമായി. അപ്പോൾ ഇത്രയും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത്രയല്ല, ഇതിനും കൂടെ വേണം. അപ്പോൾ ഇതിന് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് മതിയായിരിക്കും. ഇത്രയും നീളം വേണ്ട കേട്ടോ. ഇതിന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒട്ടിക്കണം. ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ച് നിർത്തിയിട്ടാണ് നമ്മളിത് ഈ ചിരട്ട ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഫെവിക്കോളിൻ്റെ പശ ഇട്ടിട്ട് ഒട്ടിക്കാം. നല്ലതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ റൗണ്ട് ആക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ഡിസൈനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. നല്ലപോലെ അത് ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ട് ഇവിടെ കുറച്ചിങ്ങനെ വെട്ടുകൾ ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. കാണിച്ചു തരാം, അങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ വെട്ടി ഇങ്ങനെ ഇട്ട് കൊടുത്ത പേപ്പർ ഇങ്ങോട്ട് മടക്കി ഒട്ടിക്കാൻ പറ്റുമല്ലോ, അതിനാണ്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതേപോലെ തന്നെ ഇതിലും ചെയ്തെടുക്കും. അപ്പം നമുക്കതാണ്ട് ഇങ്ങനെ വെച്ചാലും നമുക്കതിങ്ങനെ ഒരു സീറ്റിംഗ് ആണ്. കണ്ടോ? ഇതുപോലെ ഒരു സീറ്റിംഗ് ആയിട്ട് കിട്ടും. ഇവിടെ വെച്ച് കൊടുത്താലും നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ചിരട്ടയായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണമായിട്ട് ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, ഇതിങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ബേസ് ആണ്. ഇത് പിന്നെ ഒട്ടിച്ചിട്ടില്ല, ഒരു ബേസ് ആയിട്ട് കണ്ടോ, അത് അനങ്ങാതങ്ങ് നിന്നോളൂ. അപ്പോൾ ഇത് ഒട്ടിച്ചങ്ങ് എടുക്കാം. കണ്ടോ? ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതൊരു ബേസാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ബേസിൽ അങ്ങനെ അങ്ങ് ഫിക്സ് ആയിരുന്നു. നമുക്ക് ഇതിന് കണ്ട ഇതിന് മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്ത് ഇതങ്ങ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കളറൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. പിന്നെ തന്നെ ഇതിൻ്റെ ടിപ്പും നമ്മളിത് ഇതുപോലെ ഒന്ന് ആക്കണുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അല്ല നമ്മൾ ഇവിടെയൊക്കെ പേപ്പറൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം ഇരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല.
എന്തായാലും ഞാൻ വേണ്ട ഇങ്ങനെ ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ലെവലാണോ എന്ന് നോക്കട്ടെ. കറക്റ്റ് ഒന്ന് ലെവലൊക്കെ ആക്കി വെച്ച് കൊടുക്കാം. ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഫിക്സ് ആയിട്ട് അങ്ങ് ഇരിക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവും. നമുക്കത് ഇതും കൂടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. അത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടു കൊടുത്തത് പിന്നെ കട്ട് ചെയ്യാൻ ചിലപ്പോൾ പാടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് നീളം കുറച്ചിട്ട് രണ്ട് സൈഡും കൂടി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. ഫെവിക്കോളിനാണ് ഒട്ടിക്കണം കേട്ടോ. എത്രത്തോളം അത് സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം. ഫസ്റ്റിൽ തന്നെ ഇതിലെല്ലാം കൂടെ ഒന്ന് പശ അങ്ങ് തേച്ച് കൊടുക്കാം. കയ്യിലാകെ ഉള്ളത് ഫെവിക്കോള് മാത്രവും. എന്തായാലും നമുക്ക് പറ്റുന്ന കണക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് കണ്ട ഇത് ഇങ്ങനെ ഒന്ന് പശ തേച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. കറക്റ്റ് ആണല്ലോ അല്ലേ? സംഗതി കേൾക്കുന്നുണ്ട് കേട്ടോ. ഫെവിക്കോള് നല്ലപോലെ ഒട്ടുന്നുണ്ട്. ബേസ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയത്. എനിക്കിപ്പോൾ ഇത് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി കാണുമല്ലോ. ഇത് എന്താണെന്ന് ഏകദേശം ഉള്ളവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടേ ഇനി ഈ ഒരു പോർഷൻ കൂടി നമുക്കിത് കറക്റ്റ് ചെയ്തൊന്ന് എടുക്കാനുണ്ടേ. അതേപോലെ ന്യൂസ് പേപ്പർ നമ്മൾ പീസുകളാക്കിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടേ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പശ, നമുക്ക് ഫെവിക്കോളാണ് കേട്ടോ, ഫെവിക്കോൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതെല്ലാം ഋതുക്കുട്ടൻ വന്നിരുന്ന കുരുത്തക്കേടൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ നമുക്കറിയാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരുന്നതെന്നാണ് കേട്ടോ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ ചെയ്യാമല്ലോ. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ നമുക്ക് എടുക്കാവേ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ എടുത്തിട്ട് വേണ്ട ഇങ്ങനെ മുക്കി ഇതിലോട്ടിങ്ങനെ ചുരുക്കും. എല്ലാ ജോയിന്റുകളിലേക്കും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ, ഈ ജോയിന്റുകളിലേക്കൊക്കെ. അപ്പം അതേ ഒരു കോട്ട് ഒട്ടിച്ചിട്ടുണ്ടേ കണ്ട, ഏകദേശം ഒരു ഷേപ്പ് കയ്യിൽ നമുക്ക് ഒരു കോട്ടും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പം നല്ല കട്ടിക്കിരിക്കും. അപ്പോൾ ഇത്രയും നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ പെയിന്റ് അടിച്ചു കൊടുക്കാം. ഇപ്പോഴല്ല, ഉണങ്ങിയിട്ട് നല്ലപോലെ ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ വൈസ് ഉണങ്ങാൻ വെച്ച നേരം കൊണ്ടിട്ട് അതിനകത്ത് വെക്കാനായിട്ട് കുറച്ച് പൂക്കളും കൂടെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഒരു 2 വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ചാനലിൽ. പിന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് അതും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. 5, 6, 7 ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് സിക്സാഗായിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മടക്കി എടുത്തിട്ട് ഇതുപോലൊരു കെട്ടുകമ്പി ഇട്ടിട്ട് കെട്ടി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റങ്ങൾ രണ്ടും ഇതൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. വീഡിയോ കുറച്ച് സ്പീഡായിട്ട് പോവുകയാണ് കേട്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോഴേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളത് ആ അപ്പുറവും ഇപ്പുറവും ഉള്ള 2 സൈഡിൽ നിന്നും ഓരോ ഇതളുകളായിട്ട് ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് പൊക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിൽ നിന്നും ഇതുപോലെ ഓരോ ലെയറുകളായിട്ട് പിടിച്ചൊന്ന് പൊക്കി കൊടുക്കണം. കണ്ടില്ലേ, മറ്റേ സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ലതുപോലെ ഇത് ഒന്നുകൂടെ നല്ല വിരിഞ്ഞൊരു പൂ പോലെ തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുഞ്ഞ് സൈസിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതുപോലെ ഞാൻ മഞ്ഞ കവറിലും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ ആഗ്രഹമുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോ. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് കൂടി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഫ്ലവർ വേസിൽ വെക്കാനാണേ. അപ്പോൾ അത് 2 ഫ്ലവർ വൈസും ഉണങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വലിയ ഫ്ലവർ വൈസിലേക്ക് ആദ്യം വെള്ള കളറൊന്ന് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വെള്ള കളറും കറുപ്പ് കളറും ഉണ്ടായിരുന്നു. ഇതിലേത് കൊടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒന്നിൽ കറുപ്പും ഒന്നിൽ വെള്ളയും കൊടുത്തു. പിന്നെ ഈ കറുപ്പ് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നി കേട്ടോ. ഈ കറുപ്പ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാൻ 2ഉം കൂടി കറുപ്പാക്കിയിട്ടുണ്ട്, വെള്ളയും കൂടി കറുപ്പാക്കി. പിന്നെ ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളർ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കമ്പ് വെച്ച് പിടിക്കുന്നത് അതിൽ നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിൽ കൈ പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അതിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കിയ പൂക്കൾ കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇത് നമുക്ക് ചിരട്ടയോ കാർഡ്ബോർഡോ ആണെന്ന് തോന്നത്തേ ഇല്ലായിരുന്നു, അത്ര ഭംഗിയായിട്ട് കിട്ടിയേ. ഈ ഫ്ലവർ വൈസും പൂക്കളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? നിങ്ങൾക്കിത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ.